അപ്പോൾ നമ്മുടെ യൂണിറ്റിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ക്ലാസ് ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ്. മാസ് മീഡിയയെ കുറിച്ചായിട്ട് നമ്മൾ കഴിഞ്ഞ പല ചാപ്റ്ററുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാസ് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നതിനെ കുറിച്ചാണ്. മാസ് മീഡിയയ്ക്ക് വേണ്ടി നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ മീഡിയക്കനുസരിച്ചും എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത്, എങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് എഴുതണം എന്നെ സംബന്ധിച്ചിട്ടുള്ള മാസ് മീഡിയയ്ക്ക് വേണ്ടി റൈറ്റിംഗ് ഫോർ ദ മാസ് മീഡിയ എന്നുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് യൂണിറ്റ് നമ്പർ 4 വിശദീകരിക്കുന്നത്. ഇതില് നമ്മൾ ഈ ചാപ്റ്റർ പ്രധാനമായും പറയുന്നത് ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട്, റേഡിയോസിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ ഡിഫറൻസുകൾ, പ്രിന്റ് മീഡിയക്ക് ടെലിവിഷൻ മീഡിയക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ടെലിവിഷൻ റിപ്പോർട്ടിംഗ് ടെക്നിക്കുകൾ, വെബ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ മാസ് മീഡിയക്ക് വേണ്ടി റൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, മാസ് മീഡിയക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് സാധാരണ എഴുതുന്ന പോലെയല്ല, വ്യത്യസ്തമായ ഒരു എഴുത്താണ്. പലതരത്തിലുള്ള എഴുത്തുകളുണ്ടല്ലേ. നമ്മൾ പുസ്തകങ്ങൾ എഴുതുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ സ്റ്റോറീസ്, കഥകൾ എഴുതുന്നവരുണ്ട്, അക്കാഡമിക്കൽ റൈറ്റിംഗ് ഉണ്ട്, ടെക്നിക്കൽ റൈറ്റിംഗ് ഉണ്ട്, പലതരത്തിലുള്ള റൈറ്റിങ്ങുകളുണ്ട്. മാസ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ്, ജേർണലിസ്റ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ല് തന്നെയാണ്. അത് ഒരു ഏൺ ചെയ്തെടുക്കേണ്ട, മനസ്സിലാക്കി എടുക്കേണ്ട, പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് ഈ മാസ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ്. അതിൻ്റെതായ സ്റ്റൈലുകളും അതിൻ്റെതായ കൺവെൻഷനുകളും അതിൻ്റെതായ നിയമങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ടെക്നിക്കുകളും ഒക്കെ ഈ മാസ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗിൽ പ്രധാനമാണ്. മാസ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് മറ്റുള്ള റൈറ്റിംഗിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെതായ ഒരു റൂൾസുകൾ, പ്രധാനപ്പെട്ട ചില റൂളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് സ്റ്റൈല് എന്നുള്ളതാണ്. ഒരു മീഡിയക്ക് അതിൻ്റെതായ സ്റ്റൈൽ ഉണ്ടാവും. ഓരോ മീഡിയക്കും. റേഡിയോക്ക് വേണ്ടി എഴുതുന്നത് പോലെ അല്ല പത്രങ്ങൾക്ക് വേണ്ടിയിട്ട്, ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് എഴുതുന്നത്. ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് എഴുതുന്ന പോലെയല്ല ടെലിവിഷന് വേണ്ടിയിട്ട് എഴുതുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് വെബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലിങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഏതിനു വേണ്ടിയിട്ടാണോ എഴുതുന്നത്, ഏത് മീഡിയം ഏതാണ് എന്നതും, അതുപോലെ തന്നെ മീഡിയത്തിൽ തന്നെ ഏത് എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ എഴുതുന്ന ഒരു സ്പെസിഫിക് ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ന്യൂസ് പേപ്പറിന്റെ സ്റ്റൈലും മറ്റൊരു ന്യൂസ് പേപ്പറിന്റെ സ്റ്റൈലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അവരുടെ ഒരു ഫോക്കസും മറ്റവരുടെ ഫോക്കസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നമ്മൾ എഴുതുന്ന ഒരു വെബ്സൈറ്റ്, 2 വെബ്സൈറ്റുകൾക്ക് 2 രീതിയിലുള്ള സ്റ്റൈലുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇങ്ങനെ നമ്മൾ ആർക്ക് വേണ്ടി എഴുതുന്നോ അതൊക്കെയും പ്രധാനമായി വരുന്ന ഒരു രീതിയിലാണ് നമ്മുടെ മാസ് മീഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതുക എന്ന് പറയുന്നത്. ഇതൊക്കെ അതിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട റൈറ്റിംഗിലേക്ക് പോകാൻ. അതുപോലെ മാസ് മീഡിയക്ക് വേണ്ടി റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം, ഈ മാസ് മീഡിയ എന്ന് പറയുന്നത് പല തരത്തിലുള്ള എഴുത്തുകളുണ്ടാവും. അക്കാഡമിക് റൈറ്റിംഗ് പോലെ കേവലം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിന്നായിരിക്കില്ല മാസ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് എന്ന് പറയുന്നത്. ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ടാകും, ഫീച്ചേഴ്സ് റൈറ്റിംഗ് ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ് മോഡൽ സംഭവങ്ങൾ ഉണ്ടാവും, എഡിറ്റോറിയൽസ് ഉണ്ടാവും. പലതരത്തില് ദിവസവും മാറി മാറി വരുന്ന രൂപത്തിലായിരിക്കും മാസ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്നും ഒരു രൂപത്തിലായിരിക്കില്ല, അല്ലെങ്കിൽ എന്നും ഒരേ രൂപത്തിലായിരിക്കില്ല, കണ്ടന്റ് ഒന്നായിരിക്കില്ല. അപ്പൊ സബ്ജക്റ്റ് നോളജ് പ്രധാനമാണ്, അതിന്റെ ഒരു സ്ട്രക്ചർ പ്രധാനമാണ്. ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ആളുകൾക്ക് ആവശ്യമായ രൂപത്തിൽ, മീഡിയക്ക് എന്താണോ ഏത് രൂപത്തിലാണോ ആവശ്യമാണ് ആ രൂപത്തിലുള്ള ഒരു ഇൻഫർമേഷന് നമുക്ക് കൈമാറാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മാസ് മീഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത് പ്രധാനമായും മാസ് മീഡിയ റൈറ്റിംഗിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് 3 പർപ്പസുകളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നാമതായി അത് ഒരു ഇൻഫോം ചെയ്യാനാകാം, ഒരാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാകാം, അതല്ലെങ്കിൽ അയാളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കാര്യം അവർ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി, അവരെ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാകാം. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എഴുതാറുണ്ട്. അപ്പൊ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എഴുതുന്നത്, ഒന്നിലധികം ആവശ്യങ്ങൾ ഒരേ എഴുത്തിനുണ്ടാവാം. ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എഴുതുന്നത് അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം
നമ്മുടെ എഴുത്തിൽ സ്വാഭാവികമായും ഉണ്ടായിത്തീരും. അപ്പോൾ എഴുത്തിന്റെ ഒരു ഒരു രൂപം എന്ന് പറയുന്നതിൽ നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് എഴുത്തിൽ വരുന്നത്. ആദ്യമായി നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, എന്നിട്ട് അതിനെ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അത് കൃത്യമായി നമ്മൾ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മളതിന് ഒരു എഴുത്ത് രൂപത്തിലേക്ക് പോകേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഈ മാസ് മീഡിയ റൈറ്റിംഗിന്റെ ബേസിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നു എന്നതിന് ശേഷം മാത്രം നമ്മൾ എഴുത്തിലേക്ക് പോകുന്നു. അപ്പോൾ എഴുത്തിലേക്ക് പോകുമ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും മീഡിയ റൈറ്റിംഗിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ എന്തിനെ കുറിച്ചാണ് എഴുതുന്നത് എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനെ കുറിച്ചാണ് എഴുതുന്നത്. ഭയങ്കര സബ്ജക്റ്റ് മാറ്റം വളരെ വൈഡാണ്. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. ന്യൂസ് ആകാം, ഫീച്ചർ ആകാം, എഡിറ്റോറിയൽ ആകാം, ആഡ്സ് ആകാം, അങ്ങനെ പലതുമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പർപ്പസ് വളരെ പ്രധാനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്? ഒരു ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ല ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതല്ല ആളുകൾക്ക് എന്തെങ്കിലും വാല്യൂസ് ആളുകൾക്ക് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇത് എന്താണോ നമ്മുടെ പർപ്പസ് എന്നുള്ളത് വളരെ പ്രധാനമാണ് മാസ് മീഡിയയുമായി എഴുത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഓഡിയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? വൈഡ് ആൻഡ് ഡൈവേഴ്സ് ആണ് മാസ് മീഡിയയുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലാർജ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള എഴുത്താണ്. അക്കാഡമിക്കൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അത് വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ടായിരിക്കും എഴുത്തുണ്ടാവുക. മാസ് മീഡിയയുടെ റീഡിംഗ് എന്ന് പറയുന്നത്, അതിന്റെ എഴുത്ത് പറയുന്നത് ലാർജ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ വേണ്ടിയിട്ടുള്ള എഴുത്തായതുകൊണ്ട് തന്നെ വളരെ വൈഡ് ആയിരിക്കും, ഡൈവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ലാംഗ്വേജ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ആക്സസിബിൾ. കോംപ്ലക്സ് ഐഡിയാസ് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയേണ്ടി വരും. അതുപോലെ തന്നെ എല്ലാ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്, ഓഡിയൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സർക്കംസ്റ്റൻസ് ഓഫ് റൈറ്റിംഗ് ആണ്. നമ്മൾ എഴുതുന്ന നമ്മളൊരു സാഹചര്യം, ഒരു എൻവയോൺമെന്റ്, ഏത് എൻവയോൺമെന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു വളരെ ഡെഡ്ലൈന്റെ പ്രഷർ അനുഭവിക്കുന്ന ഒരു രീതിയിലെ എഴുത്തായിരിക്കും സാധാരണ എഴുതുന്നത്. നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വസ്തു എഴുതുന്നത് പോലെ, നോവൽ എഴുതുന്നത് പോലെയോ ഒരു കഥ എഴുതുന്നത് പോലെയോ വളരെ നമുക്ക് ലാഘവത്തോടെ റിലാക്സ് ചെയ്ത് എഴുതാൻ പറ്റിയതായിക്കൊള്ളുന്നില്ല പലപ്പോഴും മാസ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ്. ഒരു ന്യൂസിന് വേണ്ടിയിട്ടുള്ള അതിന് കൃത്യമായ സമയങ്ങളുണ്ടാവും. ആ സമയത്തിനുള്ളിൽ നമ്മൾ എഴുതി തീർക്കേണ്ടി വരും. അല്ലെങ്കിൽ വളരെ അത് തന്നെ കൃത്യമായ ടൈമിലേക്ക് മാത്രമായിരിക്കും എഴുതേണ്ടി വരിക. ഒരു 10 സെക്കൻഡ് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാവും, 10 സെക്കൻഡ്സിന് വേണ്ടിയിട്ട് എഴുത്തുണ്ടാവും, മിനിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാവും. അങ്ങനെ വളരെ കൃത്യമായ ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം, ടൈമിങ്ങിനുള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ളതും ഒരു ടൈം കൺസ്ട്രെയിനിന് ഉള്ളിൽ നിന്നുകൊണ്ട് എഴുതുക എന്നുള്ള രണ്ടും വേണ്ടി വരും. അതുപോലെ ഒരു സിംഗിൾ വ്യക്തിയായിട്ടായിരിക്കില്ല പലപ്പോഴും എഴുത്തുകൾ മാസ് മീഡിയക്ക് വേണ്ടി ചെയ്യേണ്ടി വരിക. അത് കൊളാബറേറ്റീവ് ജോബാണ്. എഡിറ്റേഴ്സ് ഉണ്ട്, റിപ്പോർട്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പലരും ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണ്ടി വരും അതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് പുറത്തു വരാൻ. അപ്പൊ ഇതൊക്കെയും എഴുത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊരു ടീം വർക്കാണ്. ഒരു പ്രഷറിന്റെ ഡെഡ്ലൈനിന്റെയും ഒരു പ്രഷറിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട വർക്കാണ്. അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇതിന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകതകൾ, അല്ലെങ്കിൽ എഴുത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വളരെ വൈറ്റലായിട്ടുള്ള അതിന്റെ ഘടകങ്ങളായി വരുന്ന ചില കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഓരോ മീഡിയകൾക്കും, ഫോർ എക്സാമ്പിൾ പ്രിന്റ് മീഡിയ, അതുപോലെ TV, റേഡിയോ, വെബ്, ഇങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള എഴുത്തുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പ്രിന്റ് മീഡിയയിൽ സാധാരണഗതിയിൽ നമ്മൾ എഴുതുന്നത് 2 രൂപത്തിലാണ്. പ്രിന്റ് മീഡിയയിൽ സാധാരണഗതിയിലുള്ള എഴുത്തുകൾ, പലതരത്തിലുള്ള എഴുത്തുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫോമുകളാണ് ന്യൂസ് സ്റ്റോറീസ്, മറ്റൊന്ന് ഫീച്ചർ സ്റ്റോറീസ്. ന്യൂസ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. ഫീച്ചർ ഒരു പ്രത്യേക സംഭവത്തെ കുറിച്ച്, അല്ലെങ്കിൽ പ്രത്യേക നാടിനെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഫീച്ചർ മോഡൽ, ഡോക്യുമെന്ററി മോഡലൊക്കെ ആയിട്ടുള്ള എഴുത്തുകളാണ് ഫീച്ചർ സ്റ്റൈൽ എഴുത്തുകൾ എന്ന് പറയുന്നത്. രണ്ടിനും അതിൻ്റെതായ വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ രൂപങ്ങളും. ഈ 2 രൂപങ്ങളെയും ഒരു എഴുത്തുകാരന്, മീഡിയയ്ക്ക് വേണ്ടി എഴുതുന്ന ആളുകൾ ഈ 2 രൂപങ്ങളുടെയും എഴുത്തിന്റെ സ്റ്റൈലുകളെ കുറിച്ചും അതിന്റെ രീതികളെ കുറിച്ചും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു എഴുത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ അതിനാവശ്യമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു.
എന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ എഴുത്തിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ സ്ട്രക്ചേർഡ് ആയ രൂപത്തിലേക്ക് മാറ്റി എഴുത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫാക്ടിക്കൽ ആക്യുറേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. മാസ് മീഡിയയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ വളരെ പ്രധാനമാണ്. കാരണം വളരെ ലാർജ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള ഫാക്ടുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വ്യക്തികളാകട്ടെ, സ്ഥലങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തുമാകട്ടെ, അതിനെ ക്ലിയറായും കൃത്യമായും ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇൻഫർമേഷന്റെ ഡേറ്റും ടൈമും അത് കൃത്യമായി നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും കൊട്ടേഷനുകൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അതുമായി ഇൻവോൾവ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ, അതുമായി ഇൻവോൾവ് ചെയ്യുന്ന മറ്റു ആളുകളുടെയൊക്കെ കൊട്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ നിന്ന് ആ ഇൻഫർമേഷനെ പിന്നെ സ്ട്രക്ചർ ചെയ്ത് ഒരു എഴുത്ത് രൂപത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എഴുത്ത് രൂപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പലതരത്തിൽ എഴുതാം. പക്ഷെ സാധാരണഗതിയിൽ ഒരു മാസ് മീഡിയക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ, പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയക്ക് വേണ്ടി എഴുതുമ്പോൾ, ആ എഴുതുന്ന രൂപത്തിന് നമ്മൾ സാധാരണ പറയാറുള്ള വിളിക്കപ്പെടുന്ന ഒരു പേര് ഇൻവേർട്ടഡ് പിരമിഡ് മോഡൽ ഓഫ് റൈറ്റിംഗ് ആണ്. ഇൻവേർട്ടഡ് പിരമിഡ്, ഒരു പിരമിഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ എതിരായിട്ടുള്ള ഒരു രൂപം, ഒരു ഇൻവെർട്ടഡ് ആയിട്ടുള്ള രൂപം. പിരമിഡ് എന്ന് സാധാരണഗതിയിൽ നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ നമ്മൾ ആദ്യം അതിനെ തുടങ്ങിയത് എങ്ങനെയാന്ന് പറയും, എന്നിട്ട് പിന്നെ വിശദീകരണത്തിലേക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പോകും, പിന്നെ അത് അവസാനിപ്പിക്കും. ഇങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ ഒരു കാര്യം ചെയ്യുക. ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ ആദ്യം നടന്ന സംഭവം, ആദ്യം അവിടെ ആര് വന്നു, ആര് സ്വാഗതം പറഞ്ഞു, എന്നിട്ട് പിന്നെ അധ്യക്ഷൻ വന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒരു നോർമൽ റിപ്പോർട്ടിംഗ് സ്റ്റൈൽ ഉണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിലുള്ള എഴുത്താണ് യഥാർത്ഥത്തിൽ പ്രിന്റ് മീഡിയയിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള രീതി. ആ രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആദ്യം കൊടുക്കുക, തൊട്ടടുത്ത് പ്രധാനപ്പെട്ട താഴെ കൊടുക്കുക, അതിലും ലെസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള താഴെ കൊടുക്കുക എന്ന ഒരു രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു പാരഗ്രാഫിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് വേർഡ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കണം ഇത് എന്തിനെ കുറിച്ചാണ്, എന്താണ് ഏറ്റവും ഈ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട എന്റെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആൾക്ക് ആദ്യം തന്നെ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കുന്ന എഴുത്താണ് ആദ്യത്തെ ആ രൂപത്തിലായിരിക്കണം ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിൽ എഴുതേണ്ടത്. അങ്ങനെ എഴുതേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഒരു പ്രിന്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മീഡിയകളെ സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതി വളരെ പ്രധാനമാണ്. ഇപ്പൊ ഒരു എഡിറ്റർക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ സ്ഥലത്തിനനുസരിച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന് കട്ട് ചെയ്ത് തുടങ്ങും. കാരണം ഈ പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് അടിസ്ഥാനത്തിലായിരിക്കണം ഇത് പൂർണ്ണമായിട്ടും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കുറച്ച് സ്പേസ് ഉള്ളതിൽ അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു ലീഡ് പാരഗ്രാഫ് മാത്രം കീപ്പ് ചെയ്താൽ മതിയാവും. മറ്റുള്ളത് വേണമെങ്കിൽ അദ്ദേഹത്തിന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിൽ എഴുതുന്ന എഴുത്തുകളാണ് സാധാരണഗതിയിൽ പ്രിന്റ് മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഫസ്റ്റ് വരുന്നു, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ശേഷം വരുന്നു, പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളും മൈനർ ആയിട്ടുള്ള ഡീറ്റെയിൽസും പിന്നെ വരുന്നു. ഇങ്ങനെ ആയിരിക്കണം ഒരു പിരമിഡ് രൂപത്തിലുള്ള എഴുത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം സൂചിപ്പിക്കുന്നു. അപ്പോ കാരണം റീഡർക്ക് ഒരു വായിക്കുന്ന ആൾ എപ്പോ വേണമെങ്കിലും വായന നിർത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും നമുക്ക് കൈമാറേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആദ്യം തന്നെ കൈമാറുകയും പിന്നെ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽസിലേക്ക് പോയാൽ മതി എന്ന തരത്തിലെ ചിന്തയിലായിരിക്കണം ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിലുള്ള എഴുത്തുകൾ വരേണ്ടത്. അപ്പൊ അങ്ങനെ ആകുന്നതിന്റെ ഗുണമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് റീഡർക്ക് ലഭിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എഡിറ്റേഴ്സിന് എവിടെ കട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ കട്ട് ചെയ്ത് അതിനനുസരിച്ച് സ്പേസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് കട്ട് ചെയ്യാനും സെറ്റ് ചെയ്യാനും സാധിക്കുന്നു. കൂടുതൽ ക്ലിയറും എഫിഷ്യന്റുമായി നമ്മുടെ എഴുത്ത് മാറുകയും ചെയ്യുന്നു. നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ചിത്രത്തിലുള്ളതുപോലെ ഇതിൽ ഫസ്റ്റ് ഒരു ലീഡ് പാരഗ്രാഫ് ഉണ്ടാവും. ആ ലീഡ് പാരഗ്രാഫിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് വരുന്നത്. അതിനുശേഷമാണ് ബോഡി വരുന്നത്. ബോഡിയിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. പിന്നെ ഏറ്റവും ലേസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ടെയില് അതിന്റെ പിന്നെ അതിന്റെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ ഏറ്റവും താഴെയായും കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു പിന്നെ ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിൽ നമ്മൾ എഴുതുന്നുണ്ടാവുക. ഇതിലെ ലീഡ് പാരഗ്രാഫ് എങ്ങനെ ഏത് രൂപത്തിലാവണം എന്നുള്ള ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ശേഷം പറയാം. എന്നിട്ട് അങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്യിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് പറയാം. ഈ ഒരു രൂപത്തിൽ ഏറ്റവും ലീഡായിട്ടുള്ളത് ഏറ്റവും ആദ്യം കൊടുക്കുക, അതിനുശേഷം കൂടുതൽ ഡീറ്റെയിൽസ് ശേഷം കൊടുക്കുക, ബോഡി കൊടുക്കുക, ശേഷം അതിന്റെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഈ ഒരു രൂപത്തിൽ നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിൽ എഴുതുന്നു. ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറിയുടെ, നമ്മൾ മാസ് മീഡിയക്ക് വേണ്ടി എഴുതുമ്പോൾ ഉള്ള ആ സ്റ്റോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫാണ് ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിനുള്ളിൽ വരണം. സാധാരണ നമ്മൾ പറയാറ് പിന്നെ വാട്ട്, വെയർ, വെൻ ആൻഡ് ഹൗ, ഈ കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ വരണം. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയതായിരിക്കണം നമ്മുടെ ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോറി എഴുതുമ്പോൾ ആ 5 W's ഈ സ്റ്റോറിക്കുള്ളിൽ, ഈ ലീഡ് പാരഗ്രാഫിനുള്ളിൽ വന്നിരിക്കണം. ഈ പാരഗ്രാഫ് വായിച്ച് കഴിയുമ്പോഴാണ് റീഡർ തീരുമാനിക്കേണ്ടത് അടുത്ത അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകണോ വേണ്ടോ എന്ന് റീഡർക്ക് തീരുമാനിക്കാൻ കഴിയുക നമ്മുടെ ഈ ആദ്യ ഭാഗം വായിച്ചു കഴിയുമ്പോഴാണ്. അപ്പൊ ഈ അങ്ങനെ വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് കൂടി ലീഡ് പാരഗ്രാഫിന്റെ ഒരു ഉത്തരവാദിത്വം, ഒരു പർപ്പസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആകർഷണീയതയാണ്. അപ്പൊ അത് വായിക്കുന്ന അവസരത്തിൽ ഇത് എനിക്ക് ആവശ്യമുള്ള ഒരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഇത് വായിക്കേണ്ടതുണ്ട്, ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് റീഡർക്ക് തോന്നുമ്പോഴാണ് റീഡർ സ്വാഭാവികമായും അതിന്റെ ഡീറ്റെയിൽസിലേക്ക്, അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോവുക. അപ്പൊ അങ്ങനെ റീഡറെ അങ്ങനെ പ്രേരിപ്പിക്കാൻ കൂടി കഴിയുന്ന രൂപത്തിൽ നമുക്ക് ലീഡ് പാരഗ്രാഫിനെ മാറ്റാൻ കഴിഞ്ഞാൽ അത് ആ റൈറ്റിങ്ങിന്റെ ഒരു വിജയം കൂടിയാണ്. എപ്പോഴും ഒരു മെയിൻ ഐഡിയയിൽ നിന്നുകൊണ്ടാണ് അത് പിന്നെ ഇത്തരം ന്യൂസ് സ്റ്റോറീസിന് വേണ്ടി എഴുതുമ്പോൾ വളരെ പ്രധാനമാണ് ഒരു മെയിൻ ഐഡിയ, ഒരു മെയിൻ സ്റ്റോറി അല്ലെങ്കിൽ ഒരു മെയിൻ ഫോക്കസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. പല കാര്യങ്ങളും ഒന്നിച്ച് പറയുക എന്നതിനപ്പുറം ഒരു മെയിൻ ഐഡിയയിൽ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ സ്റ്റോറി ഡെവലപ്പ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് നമ്മളതിന് സാധാരണ പറയുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാല് നിങ്ങളെ സുഹൃത്തിനോട് ചോദിക്കൂ, ടെൽ എ ഫ്രണ്ട് എന്നുള്ളൊരു മെത്തേഡാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിക്കാന്ന് കരുതിക്കോ, എന്താണ് നിങ്ങൾ ഇതിന്റെ സ്റ്റോറി എന്തിനെ കുറിച്ചാണ്, നീ എഴുതുന്നത് എന്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ സെന്റൻസിൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ കഴിയണം. ആ ഒറ്റ സെന്റൻസ് ആണ് യഥാർത്ഥത്തിൽ ഇതിനെ ലീഡ് എന്ന് പറയുന്നത്. നീ എന്തിനെ കുറിച്ചാണ് എഴുതുന്നത്, ഞാൻ ഇന്ന നടന്ന സംഭവത്തെ കുറിച്ചാണ് എഴുതുന്നത്, ഇന്ന സ്ഥലത്ത് നടന്ന ഇന്ന സംഭവത്തെ കുറിച്ചാണ് എഴുതുന്നത് എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ലീഡ്. ഇന്നടുത്ത് നടന്ന ഒരു അപകടത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിവാഹത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് എന്തിനെ കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് എന്ന് നമുക്ക് ഒറ്റ സെന്റൻസിൽ കൊണ്ട് പറയാൻ കഴിയുമെങ്കിൽ ആ പറയുന്നതാണ് അതിന്റെ ലീഡ് എന്ന് പറയുന്നത്. അതിനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പാരഗ്രാഫ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പിന്നെ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു പിരമിഡ് രൂപത്തിലുള്ള എഴുത്തിന്റെ യാത്ര. അതിനെ പറ്റി ഒരു സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ലീഡ് പാരഗ്രാഫ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് പിന്നെ വാട്ടും വെയറും വെന്നും ഹൗവും ഒക്കെ അതിൽ അടങ്ങിയിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിലുകൾ നമ്മൾ അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ, സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ, അതിന്റെ പിന്നെ ഈ ലീഡിന്റെ ബാക്കപ്പുകൾ, അതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, അതിന്റെ കൂടുതൽ പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത്, അതെന്താണ്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്നു. ശേഷം നമ്മൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വീണ്ടും തേർഡ് ഫോർത്ത് പാരഗ്രാഫ് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ്, ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും, നേരത്തെ നടന്ന അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട പിന്നെ ഉദാഹരണങ്ങളോ മറ്റുണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻസ്, മറ്റുള്ള ആളുകളുടെ കൊട്ടേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കണക്കുകളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന്റെ നേരത്തെ നടന്ന സംഭവങ്ങളോ അങ്ങനെ പലതും ഉണ്ടാവും. അപ്പൊ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, അതിന്റെ സ്റ്റോറി ഡെവലപ്പ് ആവുന്നതനുസരിച്ച് അതിന്റെ ബോഡിയിലും അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡെവലപ്പായി പോയിട്ടാണ് ഒരു സ്റ്റോറി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഒബ്സർവേഷൻസുകള്, നമ്മുടെ ഒരു വിലയിരുത്തലുകള്, അനാലിസിസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാവുന്നതാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ.
അപ്പൊ ഈ രീതിയിൽ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് ആ സ്റ്റോറി ലീഡ് പാരഗ്രാഫ്, പിന്നെ ബോഡി, പിന്നെ അതിന്റെ ടൈല്, ഈ രൂപത്തിൽ സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് ഒരു സ്റ്റോറി ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിൽ നമ്മൾ പിന്നെ പ്രിന്റ് മീഡിയക്ക് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ എഴുതുന്ന ഒരു സ്റ്റോറിയായി മാറുന്നു. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്രിന്റ് മീഡിയയുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ്സ് ആണ്. ഇനി ബ്രോഡ്കാസ്റ്റ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ്സിലേക്കാണ് പോകുന്നത്. ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ ഇപ്പൊ നമ്മൾ ആദ്യമായി ഉദ്ദേശിക്കുന്നത് പറയുന്നത് റേഡിയോയുമായി ബന്ധപ്പെട്ടാണ്. റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്ത് എങ്ങനെയാവും എന്നുള്ളതാണ്. ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറയുമ്പോൾ അത് വേൾഡിലെ തന്നെ മോസ്റ്റ് പെർവേസീവ് മീഡിയം ആയിട്ടാണ് റേഡിയോനെ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാല് പിന്നെ ഏറ്റവും കൂടുതൽ വളരെ വൈഡ്ലി പ്രസന്റ് ആൻഡ് ആക്സസിബിൾ ആയ മീഡിയം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്റർനെറ്റിന്റെ വരവിന് മുമ്പ് ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിൽ പോലും ആക്സസ് ചെയ്യാൻ കഴിയുന്ന വളരെ പിന്നെ ചീപ്പായിട്ടുള്ള എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു മീഡിയം ആയിട്ടാണ് റേഡിയോയെ പരിചയപ്പെടുത്തപ്പെട്ടിരുന്നത്. ന്യൂസ് പേപ്പർ എത്താത്ത സ്ഥലങ്ങളിൽ വളരെയധികം റിമോട്ടായിട്ടുള്ള റൂറൽ ഏരിയകളിൽ പോലും ലിറ്ററസി ഇല്ലാത്ത ആളുകൾക്ക് പോലും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ ചീപ്പും പോർട്ടബിളുമായിട്ടാണ് റേഡിയോ പരിഗണിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇന്റർനെറ്റിന്റെ വരവിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടും പ്രസന്റ് ആയിട്ടും ഉണ്ടായിരുന്ന വൈഡ്ലി ആക്സസിബിൾ ആയിട്ടുള്ള മീഡിയമായിട്ട് പരിഗണിക്കപ്പെട്ട ഒരു മീഡിയമാണ് റേഡിയോ എന്ന് പറയുന്നത്. ഇന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റൊക്കെ ആ സ്ഥാനം ഒരു പരിധി വരെ കൈയടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പൊ ഇതിന് പിന്നെ അപ്പൊ ആ ഒരു എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മീഡിയമാണ് ഈ ബ്രോഡ്കാസ്റ്റ് മീഡിയം അല്ലെങ്കിൽ പിന്നെ റേഡിയോ മീഡിയം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ. അപ്പൊ അതില് മെയിൻ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം, റേഡിയോക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ടൈമാണ്. അതിന് ടൈംലിനെസ് ആണ്. കാരണം റേഡിയോ സ്വാഭാവികമായിട്ടും അത് ഒരു ഹവർലി സൈക്കിളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ കാലം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആ ഇൻഫർമേഷൻസ് ഔട്ട്ഡേറ്റഡ് ആയി മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഏറ്റവും പ്രധാനം, എക്സ്പ്ലനേഷൻ അല്ല. വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചെറിയ സമയം എടുത്തുകൊണ്ട് വളരെ ചെറിയ വാക്കുകളിൽ, കുറഞ്ഞ വാക്കുകളിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറയാനുള്ള എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ലിമിറ്റഡ് ടൈംസ് ആണ് ഉണ്ടാവുക, ചിലപ്പോൾ 10 seconds ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ അതിൽ കുറവായിരിക്കാം, ചിലപ്പോൾ അതിൽ കുറച്ചുകൂടി ഉണ്ടാവുക. അപ്പോൾ വളരെ തിക്കായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്റ്റോറീസ്, കണ്ടൻസ്ഡ് ആയിട്ട് ആണ് സ്റ്റോറികൾ റേഡിയോയ്ക്ക് വേണ്ടി എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അതിന്റെ ടൈമിങ് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഓവർ ഡീറ്റെയിൽസിലേക്ക് പോകാതെ ഇൻഫർമേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകളിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. റേഡിയോയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ റേഡിയോ ലാംഗ്വേജ് പറയുന്നത് ഒരിക്കലും റേഡിയോ നമുക്ക് റീകാൾ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇപ്പോ റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ റേഡിയോയുടെ ഒരു ആദ്യ കാലഘട്ടം എന്ന് പറയുന്നതിൽ ആളുകൾ കേട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് കേൾക്കുക എന്ന് പറയുന്ന സംഭവം റേഡിയോയ്ക്ക് ഇല്ലല്ലോ. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ അങ്ങനെ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ അങ്ങനെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് റേഡിയോ എന്ന് പറയുന്നത് റേഡിയോയിൽ റീകാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ആൾക്കാരെ മനസ്സിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമാണ് റേഡിയോയിലൂടെ പലപ്പോഴും പറയുക. അപ്പൊ സെന്റൻസ് വളരെ ഷോർട്ടായിരിക്കുക, ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഒഴിവാക്കുക, ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഉപയോഗിക്കുക, വളരെ ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കുക. എപ്പോഴും ഒരാൾക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ നമ്മളൊരു ന്യൂസ് പറയുമ്പോൾ റേഡിയോയിൽ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ടഡ് എന്ന് പറയാം, കമൻസിൽ എന്ന് ഉപയോഗിക്കണോ സ്റ്റാർട്ടഡ് എന്ന് ഉപയോഗിക്കണോ എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടഡ് എന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് റേഡിയോയിൽ വേണ്ടത്. ടെർമിനേറ്റഡ് എന്ന് ഉപയോഗിക്കണോ എൻഡഡ് എന്ന് ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ എൻഡഡ് എന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ചെയ്യുക. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച്, വളരെ ഷോർട്ട് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ വാക്കുകൾക്കുള്ളിൽ എഴുതേണ്ട ഒരു രൂപമാണ് റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റേഡിയോ എന്ന് പറയുന്നതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വേർഡ്സ് ഉപയോഗിച്ചിട്ട് വിഷ്വൽ ഇമേജസ് ഉണ്ടാക്കുക എന്നുള്ളത് കൂടി റേഡിയോ എഴുത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. വേർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കേൾവിക്കാരുടെ മുമ്പിൽ ഒരു വിഷ്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ
പറ്റണം. ആ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ആ തരത്തില് നമ്മുടെ സൗണ്ട് എഫക്റ്റുകളും വോക്കൽ എക്സ്പ്രഷനും ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു മെന്റൽ പിക്ചർ കേൾവിക്കാരന്റെ ലിസണർക്ക് ഒരു മെന്റൽ പിക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയണം റേഡിയോയ്ക്ക് വേണ്ടി എഴുതുന്ന ആളുകൾക്ക്. അപ്പൊ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ അത് വളരെ ആളുകളുടെ മനസ്സിൽ അതിനെ ഇമേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിനെ വിശദീകരിക്കുക. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കുക. അവരുമായിട്ട് കേൾവിക്കാരൻ ഒരാളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വളരെ ഇന്റിമേറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്റിമേറ്റ് ആയിട്ട് കേൾക്കുന്നത് പോലെയാണ് റേഡിയോ കേൾക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ അയാളെ എൻഗേജ് ചെയ്യിക്കുന്നു എന്ന് തോന്നുന്ന രൂപത്തിലായിരിക്കണം റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാവേണ്ടത്. അല്ല വളരെ നാച്ചുറൽ ടോണിലാണ് എഴുതേണ്ടത്. വളരെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന ടോണിലായിരിക്കില്ല റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാവേണ്ടത്. മറിച്ചത് കൺവെർസേഷനിൽ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നത് പോലെ, സാധാരണ ടോക്ക് പോലെ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കിന്റെ രൂപത്തിലാണ് പൊതുവെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ, അതിന് വേണ്ടിയിട്ടുള്ള സൗണ്ടുകൾ, അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ രൂപത്തിലായിരിക്കണം. സ്വാഭാവികമായ സംസാരത്തിന്റെ രൂപത്തിലായിരിക്കണം. അല്ലാതെ ഒരു പ്രീച്ചിങ്ങിന്റെ രൂപത്തില്, അതല്ലെങ്കിൽ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രൂപത്തില്, ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രൂപത്തിലൊന്നും റേഡിയോയിൽ ഓഡിയൻസിനോട് സംസാരിക്കാൻ തീരെ പാടില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ചിട്ടുള്ള എക്സ്പേർട്സിന്റെ വിലയിരുത്തലുകൾ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ചെവികളെയാണ് അത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ചെവികൾക്ക് മാത്രമാണ് അതുകൊണ്ടുള്ള എഫക്റ്റ് വരുന്നത് എന്നുള്ള തോന്നലോട് കൂടി ക്ലീശകളും അതുപോലെ തന്നെ അനാവശ്യ പ്രൈസുകൾക്ക് ഒഴിവാക്കി വളരെ നാച്ചുറലായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോൺ ഉപയോഗിച്ച് കൊണ്ടുവേണം റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ എന്നാണ് അത് സംബന്ധിച്ചിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. റേഡിയോയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറിലി വളരെ ഓഡിയൻസിന് ഇയേഴ്സിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആളുകളുടെ കേൾവിക്ക് വേണ്ടി മാത്രം നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ റേഡിയോയ്ക്ക് വേണ്ടി എഴുതുന്നത്. പക്ഷെ അതേസമയം ആ കേൾവിയെ കാഴ്ചയാക്കാൻ, അയാളുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ചിത്രം ഇമേജ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിനെ എഴുത്തിന് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് റേഡിയോയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ അയാളുടെ സ്കില്ല് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റേഡിയോയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റു കാര്യം, ഏറ്റവും അവസാനമായി റിപ്പീറ്റേഷൻ എപ്പോഴും റേഡിയോയ്ക്ക് വേണ്ടിയുള്ള എഴുതുന്നത് നല്ലതാണ്. വളരെ സമ്മറൈസ് ചെയ്തൊന്ന് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞ ന്യൂസ് ആവട്ടെ, അതിന്റെ ഫീച്ചർ ആവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുത്തുകളാവട്ടെ, ആ എഴുത്തുകളെയൊക്കെ സമ്മറൈസ് ചെയ്ത് അവരെ എയ്ഡ് മെമ്മറിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സമ്മറൈസ് ചെയ്യുന്നത് റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തില് വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ ടെലിവിഷന് വേണ്ടിയിട്ടുള്ള എഴുത്തിലേക്കാണ് അടുത്തത് പോകുന്നത്. ടെലിവിഷൻ എന്നുള്ളത്, ടെലിവിഷനിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ റേഡിയോ ജീനിക്കുന്നതിനെ പകരം ടെലിജീനിക് മീഡിയമാണ് ടെലിവിഷൻ. സ്വാഭാവികമായിട്ടും കേൾവിയതിനപ്പുറം കാഴ്ച കൂടി ഇതിൽ പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ കാഴ്ച, നമ്മൾ പിക്ചറിനെ അല്ലെങ്കിൽ വീഡിയോസുകളെ ആണ് ഇവിടെ മുഖ്യമായി, സീനുകളാണ് മുഖ്യമായി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സീനുകൾ ഒരു ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ സീനുകൾക്ക് എഫക്റ്റ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വോയിസുകളാണ്, അതിന്റെ പിന്നിൽ ചെയ്യുന്ന നമ്മുടെ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ വിഷ്വലിന് ഇല്ലാതെ പോകുന്ന, വിഷ്വലിന് പെട്ടെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിശദീകരിക്കുന്നത് നമ്മുടെ വോയിസ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും അവിടെ ആ വിഷ്വലിൽ നഷ്ടപ്പെട്ടു പോകുന്ന പലതിനെയും ഫില്ല് ചെയ്യുന്നു. ഒരു വിഷ്വലിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റിന് കൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ ആ വിഷ്വൽ ഇമേജുകൾ ഒമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വിഷ്വൽ ഇമേജുകൾ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പ്രേക്ഷകന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ വേർഡ്സിലൂടെ പ്രകടിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരുപാട് ഓവർലോഡായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ എഴുത്തിൽ ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് ആ വിഷ്വലിനനുസരിച്ചിട്ടുള്ള ഒരു എഴുത്തായിരിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ എഴുത്തുകള് ടെലിവിഷന് വേണ്ടിയിട്ടുണ്ടാകുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ആ സ്റ്റോറി അത് സംഭവിച്ചതുപോലെ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ടെലിവിഷന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ. അതോടൊപ്പം തന്നെ ഈ കാണിക്കുന്ന പിക്ചറിനോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കണം ഈ വോയിസ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ എഴുത്തുകൾ പോകേണ്ടത്. അപ്പൊ അവിടെ കാണിക്കുന്ന പിക്ചർ ഒന്നും വിശദീകരണം മറ്റൊന്നുമായി രണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത രൂപത്തിൽ ഒരിക്കലും ടെലിവിഷനിലെ റൈറ്റിംഗ് പോകാൻ പാടില്ല. അപ്പൊ ഇത് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് വിഷ്വലിനെ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം
TV-ക്ക് വേണ്ടി ടെലിവിഷന് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ എന്നുള്ളത് അതിനു വേണ്ടി എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിഷ്വൽസും വേർഡുകളും ഇൻ ഹാർമണി വർക്ക് ചെയ്യുന്ന രൂപത്തിൽ അതിനെ കൊണ്ടുപോകണം. അതുപോലെ ക്ലിയറായി വളരെ വ്യക്തമായി പിക്ചറിൽ കാണുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അതിനപ്പുറത്തേക്കുള്ള വിശദീകരണങ്ങളാണ് യഥാർത്ഥത്തിൽ TV-യിൽ നമുക്ക് വേർഡിലൂടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ അത് ടൈമിങ് വളരെ പ്രധാനമാണ്. ലാംഗ്വേജ് വളരെ നേരത്തെ റേഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈഡായിട്ട് റീച്ച് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ അത് വലിയ ക്രിസ്പി ആയിട്ട് ഉപയോഗിക്കണം. അനാവശ്യമായി വലിച്ചു തീട്ടുന്ന ഒരു അവസ്ഥ ടെലിവിഷന് വേണ്ടി റൈറ്റിംഗിലും ഉണ്ടാകാൻ പാടില്ല. കാരണം അതിൽ അനുവദിക്കപ്പെട്ട ടൈം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ടൈമിനുള്ളിൽ ആ സെഗ്മെന്റിനുള്ളിൽ ആ റൈറ്റിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അനുസരിച്ച് ആവശ്യമായ ഇൻഫർമേഷൻസ് വളരെ ക്ലിയർ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് വളരെ ക്രിസ്പി ആയിട്ട് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ടെലിവിഷന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയും. ടെലിവിഷനിലെ റിപ്പോർട്ടിംഗ് ടെക്നിക്സ് രണ്ട് തരത്തിലുള്ള സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ടെക്നിക്കുകളാണ് നമ്മൾ സാധാരണ TV റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഇൻവിഷൻ അല്ലെങ്കിൽ പീസ് ടു ക്യാമറ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് PTC. നമ്മളൊരു ലൊക്കേഷനിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക. നമുക്ക് TV ന്യൂസുകൾ കാണുമ്പോൾ കാണാറുണ്ടല്ലോ. TV ന്യൂസിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് അവിടെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഒരു രൂപമാണ്. അതിന് നമ്മൾ ഇൻവിഷൻ അല്ലെങ്കിൽ പീസ് ടു ക്യാമറ എന്നാണ് അതിന് ജേർണലിസ്റ്റിക് ലാംഗ്വേജിൽ പറയാം. അപ്പൊ അവിടെ അത് ഒരു ശരിക്കും ഒരു 10-20 സെക്കൻഡുകൾക്ക് വേണ്ടി മാത്രമാണ് അതിന് ടൈം ഉണ്ടാവുക. പലപ്പോഴും വളരെ സെക്കൻഡുകളുടെ ടൈമിൽ ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ മെമ്മറൈസ് ചെയ്ത് റെഡി ആയിട്ട് വേണം അവിടെ അത് പറയാനുള്ളത്. അപ്പൊ ആ രീതിയിലായിരിക്കണം അതിനെ മെമ്മറൈസ് ചെയ്തുകൊണ്ട് അതിന് കൊടുക്കുകയാണ് അവിടെ വേണ്ടത്. അതേസമയം സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ടുള്ള നമ്മൾ ന്യൂസ് റീഡ് ചെയ്യുന്ന രൂപങ്ങളുണ്ടാവും. അവിടെ നമ്മൾ അതിന്റെ ഒരു ബാക്കപ്പ് ആയിട്ട് നമ്മൾ അതിന്റെ ഫയലുകൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അത്തരം ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഇതിനെ പരിചയപ്പെടുത്തുക, ഈ കോഴ്സിന്റെ ഭാഗമായി ഇത്തരം എഴുത്തുകളൊക്കെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. സ്റ്റുഡിയോയില് ന്യൂസ് റീഡ് ചെയ്യുന്നത്, അതിന്റെ പല രൂപത്തിലുള്ളത്, ഇൻ ബിറ്റ്വീന് ഒരു ബ്രിഡ്ജായിട്ട് ഉപയോഗിക്കുന്നത്, ഈ പീസ് ടു ക്യാമറ എന്നുള്ളത് ഇൻ ബ്രിഡ്ജായിട്ട് ഉപയോഗിക്കുന്നത് ന്യൂസ് റിപ്പോർട്ടിങ്ങിന്റെ ഇടയിൽ, രണ്ട് ന്യൂസ് റിപ്പോർട്ടിങ്ങിന്റെ ഇടയിലായിട്ട് അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടിങ്ങിന്റെയും അല്ലെങ്കിൽ അത്തരം ഡിസ്കഷന്റെ ഇടയിലായിട്ടുള്ള ബ്രിഡ്ജായിട്ട് ഉപയോഗിക്കുന്ന രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ആ രംഗത്ത്. TV-ക്ക് വേണ്ടിയിട്ടും ടെലിവിഷന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അതിന്റെ സ്റ്റൈലുകളിലും അതിന്റെ രീതികളിലൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളിലും കൺവെൻഷണൽ ആയ മെത്തേഡുകൾക്ക് മാറി ഓരോരുത്തരും ഓരോ മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ഓരോ മീഡിയ ഇൻഡസ്ട്രിയും അവരുടേതായ പരീക്ഷകൾ നടത്തുന്ന അവരുടേതായ രീതിയിലുള്ള പുതിയ രീതികളും രൂപങ്ങളും കൊണ്ടുവരുന്ന ഒരവസ്ഥയിലാണ് നിലവിൽ നടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ വിശദമായ പഠനങ്ങൾ അതിന്റെ രംഗങ്ങളിൽ വരുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ മീഡിയ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് ഈ കോഴ്സിന്റെ ഭാഗമായി മീഡിയ റേറ്റിംഗിന്റെ വിവിധ ടെക്നിക്കുകളെയും വിവിധ രൂപങ്ങളെയും പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ യൂണിറ്റ് ചെയ്യുന്നത്. സ്റ്റുഡിയോ സ്പോട്ടില് നമ്മൾ റിപ്പോർട്ട് സ്റ്റുഡിയോയിൽ നിന്ന് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ വിഷ്വൽസ് ബാക്കപ്പ് ആയിട്ട് വിഷ്വൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആവശ്യമായ എക്സ്പ്ലനേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേസമയം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഓൺ എയറിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓൺ എയറിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് എന്തൊക്കെ പറയണം, ഏത് രൂപത്തിൽ പറയണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബാക്കപ്പ് ആയിട്ടുള്ള ഒരു ഫയൽ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതും എങ്ങനെയാണ് സ്റ്റുഡിയോയിലെ സീരിയലുകൾ വർക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ രൂപത്തിൽ നമുക്ക് വിവിധ രൂപങ്ങളിൽ ടെലിവിഷന് വേണ്ടിയിട്ട് എഴുതുന്നു. അതിൽ രണ്ട് പ്രധാനപ്പെട്ട രൂപങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ച പീസ് ടു ക്യാമറ എന്ന് പറയുന്ന രൂപം, മറ്റൊന്ന് സ്റ്റുഡിയോ സ്പോട്ട് എന്ന് പറയുന്ന രൂപം. ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗത്ത് റൈറ്റിംഗ് വെബിന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് ആണ് ഇനി നമ്മൾ പറയുന്നത്. വെബ് ഇപ്പോൾ നമുക്കറിയുന്ന പോലെ വെബ് ഡെവലപ്പായി ഇപ്പോഴും പുതിയ രൂപത്തിലേക്ക് ഡെവലപ്പായി ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വെബ് എന്നുള്ളത്. വെബിനെ സംബന്ധിച്ചിടത്തോളം ഏത് റൈറ്റിംഗ് ആണെങ്കിലും ശരി, ബേസിക് ആയിട്ടുള്ള റൂളുകൾ വെബിലാണെങ്കിലും മാറ്റമൊന്നുമില്ല. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, നല്ല പ്രീസൈസ് ആയിരിക്കണം, സബ്ജക്റ്റിൽ നമ്മൾ കൃത്യമായ വിവരം നമുക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ളത് ഏത് എഴുത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
അതേസമയം വെബിന് വേണ്ടിയിട്ടുള്ള റൈറ്റിങ്ങും മറ്റുള്ള റൈറ്റിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ ലീനിയർ ആയിട്ടാണ് മറ്റ് സാധാരണ റൈറ്റിംഗ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു രൂപം വായിക്കുകയാണെങ്കിൽ അതിന് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ വായിക്കുക എന്നുള്ള രൂപമാണ് ഉണ്ടാവുക. ഒരൊറ്റ പിന്നെ മാതൃകയിൽ നിന്നുകൊണ്ട് നമ്മൾ വായിക്കാൻ ചെയ്യുന്നത് ഒരു നേർരേഖയിലാണ് നമ്മൾ വായന പോകുന്നത്. അതേസമയം വെബിന്റെ എഴുത്ത് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് എഴുത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. ലിങ്കുകൾ കണക്ട് ചെയ്യപ്പെട്ട ഒരു എഴുത്താണ്. അതിലൊരു ലീനിയർ എഴുത്ത് എന്നല്ല അതിനെ വിളിക്കുക. നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു നേർരേഖയിലല്ലാത്ത ഒരു എഴുത്താണ് വെബിന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ ലീനിയർ ആകുമ്പോൾ സ്വാഭാവികമായും ലിങ്കുകൾ ഹൈപ്പർ ടെക്സ്റ്റുകൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റിനെ മറ്റൊരു ടെക്സ്റ്റുമായി ലിങ്ക് ചെയ്ത രൂപത്തിലാണ്. അപ്പൊ ഇതിൽ ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു ബ്ലോക്കിൽ നിന്നും നേരെ മറ്റൊരു ബ്ലോക്കിലേക്ക് ചിലപ്പോൾ അദ്ദേഹം പോകും. മറ്റൊരു ലിങ്കിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ബാക്കി വായിക്കാം. അപ്പൊ പല രൂപത്തിൽ ആളുകളുടെ ആവശ്യം അനുസരിച്ച് പല അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് കണക്ട് ചെയ്യപ്പെട്ട എങ്ങോട്ട് വേണമെങ്കിലും എപ്പോഴും പോകാവുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് രൂപമാണ് വെബിന്റെ എഴുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും അത് കൃത്യമായി അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഓരോ ഭാഗവും എഴുതുകയും ആവശ്യത്തിന് ആൾക്കാർക്ക് ആവശ്യമുള്ള മേഖലകളിലേക്ക് മാറിപ്പോകാവുന്ന രീതിയിൽ എഴുതുകയും ചെയ്യുന്ന രൂപമാണ് വെബിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലത് എന്ന് പറയുന്നത്. അവിടെ പിന്നെ ഓഡിയൻസ് ഈ ട്രഡീഷണൽ രൂപത്തിൽ നമ്മുടെ ലീനിയർ അല്ലാത്ത ഒരു എഴുത്തുന്ന രീതിയിൽ അത് എപ്പോഴും ചെറിയ ചെറിയ ബ്ലോക്കുകളായി അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഓരോ റീഡേഴ്സിനെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ഭാഗം വായിക്കണം എന്നുള്ളത് അത് വായിക്കാവുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കണ്ടന്റുകളെ പരസ്പരം ലിങ്ക് ചെയ്യുക എന്നുള്ളതും വെബിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചർ എന്നുള്ളതും അതിനെ പ്രത്യേക ബ്ലോക്കുകളായി തിരിച്ച് ആവശ്യമുള്ള ബ്ലോക്കുകളിലേക്ക് ലിങ്ക് ചെയ്ത് അതിലേക്ക് എങ്ങനെ വേണമെങ്കിലും പോകാവുന്ന രീതിയിൽ അതിനെ സ്ട്രക്ചർ ചെയ്തെടുക്കുകയാണ് വെബിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനെ ലിങ്ക് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഹെഡ്ലൈൻസും സബ് ഹെഡ്സും അതിന്റെ ഭാഗമായിട്ട് ഹെഡ്ലൈൻസും സബ് ഹെഡ്സും വളരെ പ്രധാനമാണ്. ഹെഡ്ലൈൻസ് അനുസരിച്ചാണ് ആൾക്കാർ വായനയിലേക്ക് പോവുക. എല്ലായിടത്തും ഹെഡ്ലൈൻസ് പ്രധാനമാണ്. വെബില് ഒന്നുകൂടി പ്രധാനമാണ് ഹെഡ്ലൈൻസ്, അതോടൊപ്പം തന്നെ സബ് ഹെഡിങ്സും. പിന്നെ വെബിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ ആദ്യം തന്നെ ഈ ടോപ്പിക്കിനെ വിവിധ ബ്ലോക്കുകളായി തിരിച്ച് അതിന് ഓരോന്നിന്റെയും ലിങ്കുകൾ ഉൾപ്പെടുന്ന രൂപത്തിൽ നമുക്ക് എഴുതി തയ്യാറാക്കിയെടുക്കുകയും അപ്പൊ അതിൽ നിന്നും ആവശ്യമായ ലിങ്കിലേക്ക് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് റീഡർക്ക് പോകാവുന്ന ഒരു കാര്യത്തിന്റെ ഹിസ്റ്റോറിക്കൽ പാർട്ടാണ് അയാൾക്ക് ആവശ്യമെങ്കിൽ ആ ഹിസ്റ്റോറിക്കൽ പാർട്ടിലേക്ക് പോകാവുന്ന, അതല്ലെങ്കിൽ അതിന്റെ ഫാക്ടുകളാണ് ആവശ്യമെങ്കിൽ ആ ഫാക്ടിലേക്ക് പോകാവുന്ന രീതിയിൽ അതിനെ നമ്മൾ വിക്കിപീഡിയ ഒക്കെ കണ്ടിട്ടില്ലേ, വിക്കിപീഡിയക്ക് വേണ്ടിയിട്ട് എഴുതുന്ന രൂപങ്ങൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ഒരു ഉദാഹരണം പറയാണ്. അപ്പൊ ആ രൂപത്തിൽ വെബിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ അങ്ങനെ പല രൂപങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സമ്മറൈസിങ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ വെബിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട സ്കില്ലാണ് എഴുത്തുകാരന്റെ. പ്രത്യേകിച്ചും വെബിന് വേണ്ടിയിട്ടുള്ള എഴുത്തിൽ എഴുത്തുകളെ മൊത്തം സമ്മറൈസ് ചെയ്ത് അവർക്ക് ആവശ്യമായ ഒരു കൺസൈസ് ആയിട്ട് ലാസ്റ്റ് കൊടുക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ വിഷ്വൽസ്, ഗ്രാഫിക്സുകളും വിഷ്വൽസുകളും ഒക്കെ റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. അതുകൂടി, കാരണം വെബിന് വേണ്ടി എഴുതുമ്പോൾ ഒരു ന്യൂസിന് വേണ്ടി ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടി എഴുതുന്ന പോലെ ആയിരിക്കില്ല. പലപ്പോഴും ആളുകൾ അതിന്റെ ഒരു അപ്പീലിങ് അതിന് എങ്ങനെയാണത് വരുന്നത്, അതിലെന്തൊക്കെ പിന്നെ ഇൻഫർമേഷൻസ് വിഷ്വൽ രൂപത്തിൽ പിന്നെ പ്രസന്റ് ചെയ്യപ്പെട്ടെന്നുള്ളതൊക്കെ ഒരാളെ എഴുത്തിനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രധാനമാണ്. അപ്പൊ ഗ്രാഫിക്കുകളെയും അതുപോലെ തന്നെ ഇമേജുകളെയും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കൂടി കഴിയണം വെബിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പറഞ്ഞത്. ഈ യൂണിറ്റിൽ നമുക്ക് നമ്മുടെ മാസ് മീഡിയക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രൂപങ്ങൾ, അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിൽ എങ്ങനെയായിരിക്കണം, നമുക്ക് ടെലിവിഷനിൽ എങ്ങനെയായിരിക്കണം, റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം, വെബുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. പ്രിന്റ് മീഡിയയിൽ വെൽ റിസർച്ച് ആയിട്ടുള്ള ഫോമുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അത് ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലാണ് എഴുതേണ്ടത്. ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് പറയുമ്പോൾ ലീഡ് പാരഗ്രാഫ് ആദ്യം വരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആദ്യം വരുന്നു, അതിന് കൂടുതൽ ഡീറ്റെയിലുകൾ തൊട്ട് താഴെ വരുന്നു, അതിന് സപ്പോർട്ട് ചെയ്ത മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നു. അപ്പോ എഴുത്തുകാരന്, വായനക്കാരന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ വായിച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം ഇൻവെർട്ടഡ് പിരമിഡിൽ നമ്മൾ ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ടത്. എഡിറ്റർക്ക് എപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം. റേഡിയോയ്ക്ക് കൊണ്ട് എഴുതുമ്പോൾ ലാംഗ്വേജ് സിമ്പിൾ ആയിരിക്കുക, വളരെ ഷോർട്ട് ആയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലാരിറ്റിയിൽ ഇൻഫർമേഷനിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ടെലിവിഷനിൽ ആക്റ്റീവ് വോയിസിലാണ് എഴുതേണ്ടത്. വിഷ്വൽസിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്.
അതുപോലെ വെബ് നമ്മൾ പറഞ്ഞ ഹൈപ്പർ ടെക്സ്റ്റ് സ്ട്രക്ചർ ആണ്, നോൺ ലീനിയർ ആയിട്ടാണ് ആളുകൾ പിന്നെ വെബിൽ വായന ഉണ്ടാവുക, നേർരേഖയിലൂടെ വായിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്ന രൂപത്തിലാണ് വെബിലെ വായന ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് വെബിലെ എഴുത്തുകളെ ഓരോരോ ബ്ലോക്കുകളായി തിരിച്ച് നമുക്ക് എഴുതാൻ കഴിയുമ്പോഴാണ് അതിന്റെ എഴുത്ത് പൂർണ്ണമായി വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞത്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കീവേഡ്സ് ഓർമ്മയിലുണ്ടായിരിക്കുന്നത്: ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറഞ്ഞത്, ടോപ്പ് ഹെവി സ്ട്രക്ചർ ഫോർ പ്രിന്റ് ന്യൂസ്, ഏറ്റവും പ്രധാനപ്പെട്ട മുകളിൽ വരിക, ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ രൂപത്തിൽ വരിക, അതാണ് ഇൻവേർട്ടഡ് പിരമിഡ് മോഡൽ എന്ന് പറയുന്നത്. ലീഡ് പാരഗ്രാഫ് നമ്മൾ സൂചിപ്പിച്ചു. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ടേമാണ് ലീഡ് പാരഗ്രാഫ്. ലീഡ് എന്നുള്ളത് അത് ഒരു മെയിൻ ഐഡിയ ഫോക്കസ് ചെയ്തു ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഒരു പാരഗ്രാഫാണ് ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ റേഡിയോയുടെ കൺസെൻസുകൾ, ബ്രോഡ്കാസ്റ്റിന്റെ റൂളുകൾ, TV ടെക്നിക്സുകൾ, PTC, പീസ് ടു ക്യാമറ, അതുപോലെ സ്റ്റുഡിയോ സ്പോട്ട്, ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കേണ്ടായി. ഹൈപ്പർ ടെക്സ്റ്റ്, നോൺ ലീനിയർ, ഇതൊക്കെ ഇന്നത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കീ ടേംസുകളാണ്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചോദിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവതരിപ്പിക്കാം. താങ്ക് യു എവരിബഡി.